the message that we just heard, especially on the same topic, what happened to Job's life. Job's friends came to his house to comfort him, but instead of that, his friends' verses destroyed or cut deep into his heart. But at the end, God honored him in front of those friends and those who said bad about him, those who accused him. God honored him in front of those friends. നമ്മെ മാനിക്കുന്ന ഒരു ദൈവം, നമ്മെ ആദരിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാവിലെ ഞാൻ അതിനെ തുറന്ന് ചില നിമിഷങ്ങൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം അനുവദിച്ചാൽ ആ 17-ാം അധ്യായത്തിൽ നിന്ന് അടുത്ത 1-2 ദിവസങ്ങൾ ഞാൻ ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Lucas, Gospel of Luke, chapter 17. Let's read first 6 verses. സൂക്ഷിച്ചുകൊള്ളുവീൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക. മതി. Somebody please read that verse 3 and 4. Amen. ക്രിസ്തീയ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടതായ 4 പ്രധാനപ്പെട്ട സ്വഭാവ ശ്രേഷ്ഠതകൾ ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In this scripture portion we read about 4 essential basic characteristics a believer should possess. ഈ അധ്യായം പഠിച്ചാൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതാണ് 16-17 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത്. The context of this scripture is that Jesus along with his disciples are traveling to Jerusalem. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രയിലാണ് യേശു കർത്താവ് ഇപ്പോൾ. He is on a path to engage with the destiny of the cross. ഈ യാത്രയിൽ തന്റെ ശിഷ്യന്മാർ തന്നെ അനുഗമിക്കുന്നുണ്ട്. And his disciples are following him. ഈ സമയം അവരുമായിട്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് അവരെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് 16-17 അധ്യായങ്ങൾ. 16 and 17 are chapters where Jesus is entering into a time of a discourse and instruction to teaching the disciples. യേശു കർത്താവിന്റെ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരികയ, മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യേണ്ടതായ സമയങ്ങൾ അടുത്തു വന്നിരിക്കുക. അതിന് മുമ്പായിട്ട് ശിഷ്യഗണങ്ങളെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി അതിനുശേഷം അവർ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചില ആലോചനകളാണ് ദൈവാത്മാവ് യേശു കർത്താവ് നൽകുന്നത്. Jesus is going to be crucified and to be buried and then he'll be raised up, but then he's preparing his disciples how to handle themselves, the ministry entrusted to them after he is gone literally from the face of the earth. പ്രധാനമായി 4 കാര്യങ്ങളായി ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. There are 4 things that this chapter is teaching us. എല്ലാ കാര്യങ്ങളും ഇന്ന് രാവിലെ പറയാൻ നേരമില്ല, അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൽ ഒന്നാമത്തേത് നമ്മൾ ഇവിടെ വായിച്ചതാണ്, തമ്മിൽ ക്ഷമിക്കുക. Forgive one another. Forgiveness. അതാണ് ഒന്നാമത്തേതായ പഠനം. First lesson is of forgiveness.
7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ദാറ്റ്സ് ഫെയ്ത്ത്ഫുൾനെസ്. രണ്ടാമത്തെ കാര്യം ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയെക്കുറിച്ചാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. മൂന്നാമത്തേതാണ് 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ താങ്ക്ഫുൾനെസ്. അവിടെയാണ് നമ്മൾ അതിനുശേഷം നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാം. 20 മുതൽ 27 വരെയുള്ളതായ ഭാഗത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ളത് ഒരു പ്രിപ്പയർനെസ് കൂടെയാണ് അവസാന വാക്കുകൾ വായിക്കുന്നത്. സോ നമുക്ക് ശാന്തമായിട്ട് ആ ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ. So it's forgiveness, it's faithfulness. What was the fourth one? And faithfulness, thankfulness, Thankfulness and preparing our hearts for the coming of the Lord. 3-4 വാക്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ വായിച്ചതായ ഭാഗത്ത് തമ്മിൽ ക്ഷമിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് യേശു കർത്താവ് നൽകുന്നത്. In the first portion that we read, it's a call to forgive one another. നാം സമൂഹ ജീവിയ സമൂഹമായിട്ട് വസിക്കുന്നവരാ നാം. We are social beings. സമൂഹത്തിൽ ഉള്ള മനുഷ്യരുമായിട്ടാണ് നമുക്ക് ഇടപാടുകൾ. We always interact with people around us in our community. നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരും, വർക്ക് പ്ലേസിലുള്ളവരും, കോളേജ് സ്റ്റുഡൻസിലും മറ്റ് ഫ്രണ്ട്സിനോടും ഒക്കെയാണ് നമുക്ക് ഇന്ററാക്ഷൻ ഉള്ളത്. We interact with our peers and people around us. അവരിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളെ കുറിച്ചാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചത്. അതിനെ നമ്മൾ എങ്ങനെ കാണണം, എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. We heard the first message about how we respond to other people speaking about us or towards us. അത് ഉള്ളിൽ കരുതി വെച്ച് കൊണ്ട് നടന്ന്, വൈരാഗ്യം വെച്ചുകൊണ്ട് നടന്ന്, വിരോധം വെച്ചുകൊണ്ട് നടന്ന്, അത് അവസാനം ശരീരത്തിലും മനസ്സിലും എല്ലാം ഒരുപാട് ദോഷം ചെയ്യുന്നതിന് മുമ്പ് അത് വിട്ടുകളയുവാൻ, ക്ഷമിക്കാനായി ഇന്ന് രാവിലെ ദൈവാത്മാവ് This ഓർപ്പിക്കുന്നത്. morning, the Spirit of God is encouraging us rather than carrying the anger, shame, and all within ourselves. God is asking us to release that and forgive others. എല്ലാവരും ഒരുപോലെയുള്ളവരല്ല. People are not the same. ഓരോരോ സാഹചര്യങ്ങൾ വളർന്നു വന്നവരാ നാം ഓരോരുത്തരും. People are grown up in different circumstances. ആ വളർന്നു വന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. Our environment play a big role in the formation of our character. എല്ലാവരും സംസാരിക്കുന്ന ഒരുപോലെ അത്ര സോഫ്റ്റ് ആയിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. Not everybody speaks softly or gently. ഓരോരുത്തരുടെയും വാക്കുകൾ വ്യത്യസ്തമാ, സംസാരങ്ങളും ഇടപാടുകളും ഒക്കെ വ്യത്യസ്തമാ. അതൊരു പക്ഷേ നമ്മെ ഹർട്ട് ചെയ്തെന്ന് വരാം. People have different way of expressing, using words, and it could cause harm sometimes. എല്ലാം ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. And we may not like what other people say to us. ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളെയും ശാസിക്കാനല്ല യേശു കർത്താവ് പറഞ്ഞത്. Not that we rebuke everything we don't like. That's what not the word is telling us. ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. Verse 3. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം. ആ വാക്കൊന്ന് നോക്കിയേ. യേശു കർത്താവ് ഒരു മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ടാണ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത്. Yes, Jesus is giving this cautionary remark saying, watch yourself. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എല്ലാവരോടും ഒന്നും പ്രതികരിക്കാൻ പോകരുത്, എല്ലാറ്റിനും എല്ലാവരെയും ഒന്നും ശാസിക്കാൻ പോകരുതെന്നാ യേശു കർത്താവ് ആദ്യമേ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. What Jesus tells his disciples is that you don't go after everybody and rebuke them for when they go wrong. യേശു പ്രത്യേകം പറഞ്ഞു, സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനെ ശാസിക്കാം. If your brother sins, rebuke him. ഇന്ന് സഹോദരന്മാരെ പോയിട്ട് സ്വന്തം മക്കളെ പോലും ശാസിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. We live in a time where forget about rebuking your brother, we can't even do that with our children. അതുകൊണ്ട് തന്നെ ഇന്ന് ശാസനയും പ്രബോധനവും ഒക്കെ നമ്മൾ പാസ്റ്റർമാരും പേരൻസും ഒക്കെ നിർത്തി വച്ചിരിക്കുക. We stop rebuking or punishing or correcting anybody for that matter. അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോരുത്തരും താങ്കൾക്ക് ബോധിച്ചതുപോലെയൊക്കെയാ ഇന്നത്തെ പോക്കും കാര്യങ്ങളും ഒക്കെ. So people are going after their own will and desires. രാവിലെ മാതാപിതാക്കളോട് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഉത്തരവാദിത്തം മറക്കരുത്. But we as parents, we should know what our responsibilities are.
ശാസിക്കുന്നത് കറക്ഷന് വേണ്ടിയാണ്. We rebuke so that the person will correct themselves. തെറ്റ് കണ്ടാൽ ശാസിക്കാൻ മടിക്കരുത്. If we see something wrong happening to someone near to us, we should not hesitate to correct them. സദൃശ്യവാക്യം 19 അധ്യായത്തിൽ 18 വാക്യത്തിൽ ശലോമോന് പറയുന്ന ഒരു വാക്കുണ്ട്, പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശാസിക്ക അല്ലെങ്കിൽ ശിക്ഷിക്ക. In the song, in Proverbs, Solomon says in chapter 19, verse 18, as long as you have hope, rebuke your son. ഞാൻ ശാസിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. We rebuke others, so we are hoping they will make changes. നമ്മുടെ ജനറേഷനെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. We haven't lost hope of our generation yet. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മുടെ ദൈവത്തിനൊരു പ്രതീക്ഷ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുണ്ട്. We have a hope and expectation, and so does God. നമ്മുടെ എയിമും ലക്ഷ്യവും ഉദ്ദേശങ്ങളിൽ നിന്നും വഴുതി പോകുന്നു എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും മകനെയും മകളെയും ഒക്കെ വിളിച്ചിരുത്തി ശാസിക്കണം, പറയണം, ഗൈഡ് ചെയ്യണം, അഡ്വൈസ് ചെയ്യണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. If we see our children, our generation is going astray, it falls upon the parents to teach them, correct them, lead them in the proper way they ought to go. തെസ്സലോനിക്ക ലേഖനത്തിൽ തെസ്സലോനിക്ക വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ട് പൗലോസ്ലീഹ എഴുതുന്ന 1 തെസ്സലോനിക്ക ലേഖനം 5 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. 14 and 15, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. ആ ഭാഗത്ത് ക്രമം കെട്ടവര് 3 കൂട്ടരെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ക്രമം കെട്ട് നടക്കുന്നവര് 14 വാക്യം 14. ക്രമം കെട്ട് നടക്കുന്നവർ, അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു ക്രമവുമില്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. There are 3 kinds of people that Paul is speaking here. Those who are idle, disruptive, ഉൾക്കരുത്തില്ലാത്തവര്, those who are weak, disheartened, help and weak. ബലഹീനര്, വീക്കായിട്ടുള്ളവര്. ഇത് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി അവരോട് നാം അവരുടെ സ്വഭാവം അറിഞ്ഞ രീതി അറിഞ്ഞ് നാം സംസാരിക്കണം. We have all these groups of people in our families, in our churches, and we should discern who they are and where they are and respond to them accordingly. അവരോട് ദീർഘക്ഷമ കാണിക്കണം. And we should have long suffering for them. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. Do not do evil in return for evil. തമ്മിലും എല്ലായ്പ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. We should do good to others, to one another and to others. ഇവിടെ നാം വായിച്ച ഭാഗത്ത് സഹോദരൻ 17 അധ്യായത്തിന്റെ 3 വാക്യം, സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനെ ശാസിക്ക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക. If your brother sins, rebuke him, and if he repents, forgive him. തെറ്റ് ചെയ്തതുവരെ കൊണ്ട് തെറ്റ് സമ്മതിപ്പിക്കുന്നതായ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം. Bringing people into an awareness of what they have done, doing is wrong, is the toughest issue. 30 വർഷമായ ശുശ്രൂഷയിൽ ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റീജിയനിലും ഡിസ്ട്രിക്റ്റിലും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തെറ്റായിപ്പോയി, ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ, ഒരു സോറി പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് അവരെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ വരുന്ന പാട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Convincing another person that what they have done wrong is the hardest of the major challenge. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വായിച്ചപ്പം നമ്മളോട് തെറ്റ് ചെയ്ത പിഴച്ചവര് നമ്മുടെ അടുക്ക വന്ന് സോറി പറഞ്ഞാൽ, ഒരു ദിവസം അല്ല 7 വട്ടം വന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനാ ഇവിടെ പറഞ്ഞത് കർത്താവ്. And what we are taught here is that even someone come and say sorry 7 times a day, we should forgive all 7 times. എന്നാൽ അതേ കർത്താവ് മത്തായി സുവിശേഷത്തിൽ വരുമ്പോൾ 6 അധ്യായം 14-15 വാക്യങ്ങൾ വരുമ്പോൾ അവിടെ ക്ഷമിക്കുന്ന കാര്യത്തിൽ കണ്ടീഷൻ ഒന്നും വെച്ചില്ല. സോറി പറയാൻ വെയിറ്റ് ചെയ്യേണ്ട, അതിനു മുമ്പ് അവരോട് ക്ഷമിക്കാൻ
ക്ഷമിക്കാനാണ് യേശു കർത്താവ് But we പറഞ്ഞത്. read in Matthew 6, chapter 6, verse 14, that Jesus says, don't wait for someone to come and apologize. You just should forgive them. ആ വാക്കുകൾ എടുത്തെങ്കിലും ഒന്ന് വായിച്ചോ. 14-ാമത്തെ വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കും. എന്താ അതിന്റെ ബാക്കി? അടുത്ത വാക്കിലുണ്ട്, ക്ഷമിക്കാഞ്ഞാൽ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. What there it says there is, if we do not forgive other people's sin, our heavenly Father would not forgive us also. ആ ഒരു വാക്യം മാത്രം മതി. ആരോടെങ്കിലും ഇന്നും വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് പണ്ട് പറഞ്ഞ 10 വർഷം 20 വർഷം മുമ്പ് പറഞ്ഞ ആ വാക്ക് ഇന്നും മുറിവേറ്റ് ആ വിരോധം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ഈ വാക്കിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നീ ചെയ്ത തെറ്റ് നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നീ അവരോട് ക്ഷമിക്കണം. If you are carrying hatred for someone who hurt you maybe many years ago, but for God to forgive you, you should release that person and forgive that person and release the hatred. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ടതായ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പറയുന്നവരോട്, തെറ്റ് ചെയ്യുന്നവരോട്, നമുക്കെതിരെ പറഞ്ഞവര്, സംസാരിച്ചവര്, പ്രവർത്തിച്ചവര്, അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. We should be able to forgive others who offended us. നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. And our Christ, our Lord is the prime example for this. നമുക്കറിയാം, വേദനപ്പെട്ട് ക്രൂശിൽ കൈകാലുകളിൽ ആണികൾ അടിച്ചു കിടക്കുമ്പോഴും യേശു കർത്താവ് പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. While he was hanging on the cross with nail pierced on his hands, he cried out to the Father and said, Father, forgive them. They know not what they are doing. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയിൽ ഫ്രൈഡേയിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ ആക്ട്സ് ചാപ്റ്റർ 21 ആണ് പഠിപ്പിച്ചത്. Last week we meditated on Acts 21 in the Bible study. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു കുടുംബത്തെ ഞാൻ കണ്ടു, ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, ഫിലിപ്പോസ. Philippos, I found there is the story of Philippos, a man who we all can be an example for us. ഫിലിപ്പോസ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ മേശകൾ ശുശ്രൂഷിക്കുവാൻ ആത്മാവും ജ്ഞാനവുമുള്ള 7 പേരെ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. Philippos was one of the 7 elders chosen to minister in tables in the first century church. മേശകളിൽ, അടുക്കള അല്ലെങ്കിൽ ടേബിളിൽ ചർച്ചിലെ ഫുഡിന്റെ ക്രമീകരണങ്ങളും ഒക്കെ അത് നടത്തുന്ന ഒരു ജോലിയിലാണ് ആദ്യം ഏൽപ്പിച്ചത്. Philip was given a job, menial task of serving others, waiting on the tables. അത് വിശ്വസ്തയോടെ ചെയ്തപ്പം ദൈവാത്മാവ് അടുത്ത ശുശ്രൂഷ പരമേൽപ്പിച്ചു, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഓർഡൈൻ ചെയ്തു. And then when he was faithful in what God entrusted him, God promoted him for a next level of the ministry. ബൈബിളിൽ ആരെയെങ്കിലും പുതിയ നിയമത്തിൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഫിലിപ്പിനെയാ ദൈവാത്മാവ് വിളിച്ചത്. ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്, 21-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട് ഫിലിപ്പ് ദി ഇവാഞ്ചലിസ്റ്റ് എന്ന ദൈവവചനം ഓർപ്പിച്ചിരിക്കുന്നത്. And Philip is called an evangelist in the Bible itself. ഒത്തിരി പ്രത്യേകതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഈ ദൈവാത്മാവ് എപ്പോൾ പറഞ്ഞാലും എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ, അനുസരിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പോസ്. Philip was a man who was willing to obey anything, anytime that God tells him to do. ആദ്യം ശമരിയയിലേക്ക് പോകുവാൻ ദൈവാത്മാവ് പറഞ്ഞു. ശമരിയയിൽ പോയി ദൈവവചനത്തിന്റെ സുവിശേഷവുമായി കടന്നുപോയി. He was told to go to Samaria and he went and ministered the gospel there. ഒരുപക്ഷെ യെരുശലേമിൽ നിന്ന് ഏറ്റവും ആദ്യം സുവിശേഷവുമായി അടുത്ത സിറ്റിയിലേക്ക് പോകുന്ന ആദ്യത്തെ വ്യക്തി ഈ ഫിലിപ്പോസാ. Philip could be the first person that ventured out of Jerusalem carrying the gospel to the outside of Jerusalem. പത്രോസും പൗലോസും ഒക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം സുവിശേഷവുമായി യെരുശലേം വിട്ട് സുവിശേഷവുമായി കടന്നുപോയ, ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ കർത്താവ് കൊടുത്ത ദൗത്യം ഏറ്റെടുത്ത മനുഷ്യനാ ഫിലിപ്പോസ്. Philippos was the first man who took up the mission given to the disciples to carry the gospel to the ends of the earth. പിന്നീട് നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് പോകാമെന്ന് ദൈവാത്മാവ് ആലോചന കൊടുക്കുമ്പോൾ
അവിടെയും പോയി. അവിടെ ചെന്ന് എത്യോപ്യ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞ് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ സുവിശേഷീകരിക്കുവാൻ ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് സ്നാനത്തിലേക്ക് നടത്തി പറഞ്ഞു വിട്ട വ്യക്തിയാണ് ഈ ഫിലിപ്പോസ്. Next time we see Philip was given the assignment, go into the wilderness of Gaza, where he met the eunuch of Ethiopia, a man who would go on to evangelize the whole continent of Africa. God used Philip to take the gospel to that man. അതിനുശേഷം അസ്തോദിലും യോപ്പയിലും ഒക്കെ കടന്ന് കൈസരിയയിൽ കർത്താവിന്റെ വേലയിൽ ഇപ്പോഴായിരിക്കുക 21 അധ്യായത്തിൽ വരുമ്പോൾ. When we come to chapter 21 of Acts, now this man is settled down in Caesarea. കുറഞ്ഞത് ഏതാണ്ട് 20 വർഷമെങ്കിലും ആയിട്ടുണ്ട് കൈസരിയയിൽ സുവിശേഷ വേല തുടങ്ങിയിട്ട്. He has started his ministry maybe around about 20 years now. കുടുംബമായി അവിടെ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിലാണ്. അനുഗ്രഹിക്കപ്പെട്ട 4 പെൺമക്കള്, പ്രവചനാത്മാവിൽ സംസാരിക്കുന്ന കൃപാവരങ്ങളുള്ള 4 മക്കളെ കൂടെ വളർത്തുന്ന ഒരു കുടുംബം. A man who raised up his 4 daughters who are gifted in the ministry of prophecy. ഞാൻ പറയാൻ വന്നത് ഏതാണ്ട് 24 വർഷത്തിന് ശേഷം വീടിന്റെ വാതിക്കൽ നോക്കി ചെയ്യുന്ന ഒരു ഗസ്റ്റ്, ഒരു മിനിസ്ട്രി, ഒരു ടീം ഇപ്പൊ വന്നിട്ടുണ്ട് വാതിക്കല്. And now somebody knocking at the door of Philip is a team of people come to meet him. ഏതാണ്ട് പൗലോസാ മുമ്പ് വാതിക്ക വന്ന് നോക്കി ചെയ്യുന്നത്. Paul is standing at the door and knocking. ആരായി പൗലോസ്? Who is Paul? 24 വർഷം മുമ്പ് തൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കൊല്ലാൻ ഓർഡർ കൊടുത്ത ഒരു മനുഷ്യൻ. Saul is the man who gave order to kill someone who was so close to Philip. കൊല്ലാൻ കൂട്ടുനിന്ന മനുഷ്യൻ. A man who was an accomplice in the murder of Stephen. ആ മനുഷ്യൻ ഇപ്പം വാതിക്കൽ ടീമായിട്ട് വന്ന് നിൽക്കുക. And now that man with a team is standing at the door of Philip. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊന്നവൻ വാതിക്ക് വന്നാ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുമോ? Oh, what would be our response if someone come to our door who killed our best friend? ക്രിസ്തുവിന്റെ മാതൃക, ക്രിസ്തുവിനെ അനുഗമിച്ച ക്രിസ്തു ശിഷ്യന്റെ മനസ്സിൽ അന്നത്തെ വിരോധം ഇന്നില്ല. കാരണം യേശു പഠിപ്പിച്ചത് ആ വിരോധം വെച്ചുകൊണ്ടിരിക്കാനല്ല. അതിൽ തുറന്ന് അവര് ടീമിനെ വീട്ടിൽ കൈക്കൊണ്ട് 1 ദിവസമല്ല പാർപ്പിച്ചത്, 2 ദിവസവുമല്ല, ഏറിയ നാള്, വളരെ കാലം ആ വീട്ടിൽ പാർപ്പിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. A person, Paul, who could have been an enemy of Philip, after many years, God is bringing them together. Not only they are spending, Paul and team is spending just day or two, they spend a long time in the household of Philip. സ്വഭാവമാ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിക്കും. And that's the nature that God wants to instill in all of us. ക്ഷമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം കൂടെ വായിച്ച് ചില നിമിഷങ്ങൾ കൂടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക. കാരണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഫുഡ് വന്നു. ഓക്കെ, കൺക്ലൂഡ്. 5-6 വാക്യം ദയവായിട്ടൊന്ന് വായിച്ചാൽ. Let's also read verses 5 and 6 of chapter 17 of Luke. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. Apostles came and asked Jesus to increase their faith. ക്ഷമയെക്കുറിച്ചാണ് പറഞ്ഞത്. ക്ഷമിക്കാൻ വിശ്വാസം വേണം. In order to forgive, we need faith. ജീവിതത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം വിശ്വാസമാണ്. If we desire to receive anything from the Lord, a precursor is that we need to have faith. രക്ഷിക്കപ്പെടണമെങ്കിലും നമുക്ക് വിശ്വാസം വേണം. To get saved, we need faith. രോഗസൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസം വേണം. To get a healing, we need faith. അഭിഷേകം പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും നമുക്ക് വിശ്വാസം ആവശ്യം. To be baptized in the Holy Spirit, we need faith. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. It's the power of God that abides upon those who believe. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കണമെങ്കിലും വിശ്വാസം ആവശ്യമാണ്. We need
faith to understand the mysteries and deeper things of God's word. ഇവരിത് ചോദിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. 16, 17 അധ്യായമൊക്കെ വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവ് പറയുന്നുണ്ട്. ഇവർക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാകുന്നുമില്ല. Jesus have been teaching them for quite some time, but it's just passed them by. They have no clue what he's talking about. 16, 17 ആ 16 അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. And Jesus said, those who are faithful in little, I will entrust them even more. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവം മുൻപാകെ അറപ്പാകുന്നെന്ന് പറഞ്ഞു. അതും അവർക്ക് മനസ്സിലായില്ല. And Jesus told them what is honorable in front of men is not honorable before God. മറ്റവരുടെ ഇടയിൽ സാധാരണ നടക്കുന്നത് ആ വിവാഹമോചനം എന്ന് പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നും കർത്താവ് പറഞ്ഞു. Jesus told them that one who gives up divorce his wife is committing adultery. പിന്നെ അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഇടർച്ച വരുത്തുന്നവരെ കുറിച്ച്, ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ വായിച്ചത് ക്ഷമിക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്ക് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. After listening to Jesus talking about so many diverse things that they need to learn, they couldn't understand it, and they came and confessed and said, Lord, increase our faith. ദൈവത്തിങ്കൽ നിന്ന് ആത്മീയവും ഭൗതികവുമായ നന്മകളൊക്കെ പ്രാപിക്കാൻ നമുക്ക് വിശ്വാസമാ വേണ്ടതെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? If we want to receive our material blessing, spiritual blessing, all that we need, shouldn't we be praying for more faith? ഏതാണ്ട് 30 വർഷത്തെ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഒരൊറ്റ ദിവസം പോലും ഒരുത്തരും വന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, പാസ്റ്റർ എനിക്ക് വിശ്വാസത്തിന് വേണ്ടി വിശ്വാസം വർദ്ധിക്കാനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. All through the ministry of God's servant, nobody ever came and asked pastor to pray that their faith would increase. മക്കളുടെ പഠനത്തിനും കല്യാണത്തിനും ജോലിക്കും ശമ്പളം വർദ്ധിക്കുന്നതിനും പ്രൊമോഷനും വീട് വാങ്ങാനും കാറ് വാങ്ങാനും ഒക്കെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഒത്തിരിയുണ്ട്. We have so many prayer list of people, children getting educated, buying houses, getting jobs, promotions, so on and so forth. ഇന്ന് രാവിലെ നാം പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസം. This morning we need to pray that our faith would increase. അനേകർ പല വിഷയങ്ങളുടെ മുമ്പാകെ അവരുടെ വിശ്വാസം ആടി ഉലയുകയാ. കാരണം പലതും കണ്ടും കേട്ടും സോഷ്യൽ മീഡിയയിലും മറ്റും കേൾക്കുന്നതായ കാര്യങ്ങളൊക്കെ ഉള്ള വിശ്വാസം ചോർത്തിക്കളയുന്നതാണ്. And what we are surrounded with things that will drain away our faith. ഒരിക്കൽ യായിറോസ് യേശു കർത്താവുമായിട്ട് യാത്ര ചെയ്യുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ സ്വന്തം വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുന്നുണ്ട്, ഇനിയും യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. There's the story of this man Jairus coming with Jesus to his house to heal his daughter, but the news came that child died and he was discouraged. ഈ യേശുവിനെ ഇനി അനുഗമിച്ചിട്ട് കാര്യമൊന്നുമില്ല, പ്രതീക്ഷ കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് വിശ്വാസം ചോർന്നു പോയ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി യേശു കർത്താവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതിങ്ങനെയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. This man who is losing faith because of the bad news, Jesus is looking at him and said, have faith. യേശു കർത്താവ് ഈ അധ്യായത്തിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് ഇവിടെ നിന്ന് പിഴുത് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. 6-ാം വാക്യം. In verse 6, Jesus said, if you have faith as little as a mustard seed, if you command this tree to go down into the ocean, it will do. ഇന്നാണെങ്കിൽ ഒരു ട്രീയെ പറിച്ച് നമ്മൾ പറയുന്നിടത്ത് നടണമെങ്കിൽ ഏത് ട്രീയെയും പറിച്ച് നമ്മൾ പറയുന്നിടത്ത് നടാൻ വേണ്ടി ഇന്ന് ട്രീ സർവീസുകാരുണ്ട്. അവരോട് നമുക്കതിന് വിശ്വാസമൊന്നും വേണ്ട, പണം മതി. Today we don't need any faith to transplant a tree. We can call the tree removal service and they'll take care of it all. യേശു കർത്താവ് അതല്ല പറഞ്ഞത്. That's not what Jesus is talking about. ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അവരാവശ്യപ്പെട്ടത് ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്നാ. ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ചിലത് പിഴുതു മാറ്റണം. And in order to increase our faith, we need to remove certain things away from our life. ഹൃദയത്തിൽ നാളുകളായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ചില
വിഷയങ്ങളുണ്ട്. അതിനെ പിഴുതു മാറ്റിയെങ്കിൽ മാത്രമേ യഥാർത്ഥമായി വിശ്വാസം ഉള്ളിൽ വർദ്ധിക്കത്തുള്ളൂ. There are so many things that take deep roots in our heart that stand against our faith and trusting God, and we need to remove those roots. പാപത്തിന്റെ വേരുകള്, അശുദ്ധിയുടെ വേരുകൾ, അവിശ്വാസത്തിന്റെ വേരുകള് പിഴുതു മാറ്റിയെങ്കിൽ മാത്രമേ യഥാർത്ഥമായും ദൈവിക വിശ്വാസം ഉള്ളിൽ ഉറയ്ക്കത്തുള്ളൂ. When you completely remove the roots of sin and bitterness and all that malice in your life, then only God can do work in your life. ഇന്ന് നമ്മൾ കേട്ടതുപോലെ അസൂയയുടെ, പകയുടെ, പിണക്കത്തിന്റെ വേരുകൾ, സ്വയനീതിയുടെ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതായ വേരുകളെ പിഴുതു മാറ്റുവാൻ തയ്യാറായെങ്കിൽ ആ വൃക്ഷത്തെ, ആ കാട്ടത്തിയെ, ആ അശുദ്ധമായ ഫലം കായ്ക്കുന്ന ആ വൃക്ഷത്തെ വേരോടെ പിഴുതു മാറ്റിയെങ്കിൽ മാത്രമേ ദൈവികമായ വിശ്വാസം ഉള്ളിൽ വർദ്ധിക്കത്തുള്ളൂ. We need to take out all the old roots of things that grew up in our life. Then only God can move in faith and do work in your life. എത്രയോ പ്രാവശ്യം നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങളൊക്കെയാ പലപ്പോഴും വീണ്ടും വീണ്ടും പൊട്ടിമുളച്ചു വരുന്നത്. How many times the sins that we once confessed and gave up often start growing back again. കാരണം ഈ കാട്ടത്തെ മുറിച്ചു മാറ്റിയാലും വീണ്ടും അത് പൊട്ടിക്കിളിച്ചുകൊണ്ടിരിക്കും. Even if you just cut out the trees, it will start popping up branches. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറഞ്ഞത് അതിനെ മൂടോട് പിഴുതു മാറ്റാൻ. And what God says is completely remove everything with its roots. അതിന്റെ വേരുകളെ കരിച്ചു കളയാൻ ആ ദൈവാത്മാവ് പറയുന്നത്. God is saying burn down all the roots. നമ്മുടെ നന്മയെ അപഹരിക്കുന്നതായ ഈ കാട്ടത്തി. And this tree, all that's growing inside is that take away the goodness of God. നാളുകളായി പിശാച് അതിന്റെ വിത്തുകൾ ഉള്ളിൽ വിതച്ചിട്ട് അത് വളർന്നു വന്നത് ബലം കൊടുക്കുന്ന അല്ലെങ്കിൽ ആകാത്ത ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങൾ പലപ്പോഴും ഉള്ളിൽ വളർന്നു വരികയാണ്. We grow many things that just don't yield the fruit that we desire, but that yield fruits that are not desirable at all. അങ്ങനെയുള്ള ഹൃദയത്തിൽ എല്ലാ കാട്ടത്തെയും വളരും. In those hearts, every shrub will grow up. ഇതിനെ എങ്ങനെയാ പിഴുതു മാറ്റുന്നത്? How do you remove that? യേശു കർത്താവ് പറഞ്ഞു, ആ വാക്കുകൾ തന്നെയുണ്ട്, വിശ്വാസത്തോട് കൽപ്പിക്കണം. Jesus said you need to command them in faith. ആ കാട്ടത്തി അവിടുന്ന് പിഴുതു പോകാൻ അതിനെ കണ്ടാ പോരാ, നോക്കിയാ പോരാ, അതിനോട് കൽപ്പിക്കണം. ഈ ജീവിതത്തിൽ, ഈ ഹൃദയത്തിൽ, ഈ ജീവിതത്തിൽ, കുടുംബത്തിൽ നിനക്ക് അവകാശമില്ല. യേശുവിൻ്റെ നാമത്തിൽ നീ കൽപ്പിക്കണം. അതിൻ്റെ ഉറവയിൽ, അത് കടന്നു വന്ന സ്ഥലത്തേക്ക്, അതിൻ്റെ സോഴ്സിലേക്ക് പോകുവാൻ ഞാനും നിങ്ങളും നാവ് കൊണ്ട് സംസാരിക്കണം. അപ്പോഴാണ് പൈശാചിക ശക്തികൾ നമ്മിൽ നിന്ന് പിഴുതുമാറുന്നത്. When we speak to them, command them the things that are not desired in our hearts and lives, we need to speak to them so that it will go away. ഒത്തിരി പേര് ചുമ്മാ ശാസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞാലും ബോ പിശാച് എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, വ്യക്തമായിട്ട് പറ. ജീവിതത്തിൽ നാളുകളായി ആകാത്ത ഫലം കൊടുക്കുന്ന, ജയിക്കാൻ കഴിയാത്ത ഏരിയകൾ, പിശാച് അശുദ്ധി കൊണ്ടുവരുന്ന ഏരിയകളെ മനസ്സിലാക്കി അതിനെ ശാസിക്കുവാൻ, പിഴുതെടുത്ത് കളയുവാൻ, അതിനോട് വിട്ടുപോകുവാൻ, അതിൻ്റെ വന്ന സ്ഥലത്തേക്ക് പോകുവാൻ. എൻ്റെ വല്യമ്മച്ചി പിശാചിനെ ശാസിക്കും പറഞ്ഞിട്ടുണ്ട്, നീ വന്നിടത്തോട്ട് പൊക്കോളാൻ. Not we just rebuke with a word, but we rebuke with authority, understanding what's at stake, to take it out and remove it far away from us. അന്ന് ആ കാലഘട്ടത്തിൽ ചുറ്റുപാടും ഒരുപാട് പൂജകളും ആഭിചാരങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചും വളർന്നും വന്നത്. അവിടുന്ന് വന്നതെന്നറിയാം, അങ്ങോട്ട് പൊക്കോളാനാ പറഞ്ഞത്. And the grandmother of pastor would rebuke and say, go back to where you came from. അടുത്ത നിമിഷം കേൾക്കുന്നത് ആ വീട്ടിൽ നിലവിളിയാ. And then we hear cries from the other house. പിന്നീട് അവരെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അമ്മച്ചി അവർക്ക് വിടുതൽ കൊടുത്ത സംഭവം എൻ്റെ മുമ്പിലുണ്ട്. എനിക്ക് അനുഭവം പറയാനായിട്ടുണ്ട്. We have experienced the deliverance of God, that those people affected by these satanic forces would come and my grandmother would pray for them. ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കിന് ശക്തിയുണ്ടെന്നാ. What I mean to say is our words have power. അതിനെ പണിയാനുള്ള, കംഫോർട്ട് ചെയ്യാനുള്ള, സൗഖ്യമാക്കാനുള്ള വാക്കിന്റെ ശക്തി, ദൈവിക അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. God has given us authority to build and restore and heal.
ഇന്ന് രാവിലെ കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച കർത്താവ് ആ അധികാരം സഭയ്ക്ക് നൽകിയെന്ന്. And we heard from the servant of God last week that God who gave us the Lord who has the authority in heaven and earth has given that authority to us. ഇന്ന് രാവിലെ ദൈവസഭ ആ അധികാരം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുക. Let us desire to use the authority God has given to us. നാളുകളായി അസമാധാനത്തില്, രോഗത്തില്, കെടുതികളില് കിടക്കുന്ന ജീവിതങ്ങൾ, വ്യക്തികളെ അതിൻ്റെ മേൽ അധികാരം ഉപയോഗിച്ച്, ദൈവം തന്ന അധികാരം ഉപയോഗിച്ച് അതിനെ ശാസിച്ചകറ്റുവാൻ ദൈവിക അധികാരം ഈ ദിവസങ്ങൾ ദൈവസഭ ഏറ്റെടുക്കട്ടെ. May the church receive the power of God's authority so that we can speak to people, speak to lies, to deliver them from in their struggles. അതിൽ കടലിൽ നട്ടുപോകാൻ യേശു കർത്താവ് പറഞ്ഞത് അതിൻ്റെ ആഴത്തിൽ നിന്ന് മടങ്ങി വരാത്ത സ്ഥലമാണ്. അതിൽ നിന്ന് മടങ്ങി വരാത്ത നിലയിൽ, ഒരിക്കലും മടങ്ങി വരാത്ത നിലയിൽ അതിനെ എറിഞ്ഞു കളയുവാനാണ് യേശു കർത്താവ് പറഞ്ഞത്. When Jesus said, when you command with power, this tree will go down into the ocean, what he means is that it will never come back again as it's going into the depth of the sea. മാർക്കോസ് 11:20 യേശു കർത്താവ് കൽപ്പിച്ചപ്പോൾ അത്തിയുടെ വേര് പോലും കരിഞ്ഞു പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. And in Gospel of Mark, when Jesus commanded the fig trees, even the roots were burned. പുറമേ ഇല വാടിയാ പോരാ, അതിന്റെ വേരൂടെ കരിഞ്ഞു മാറണം. Not only the leaves go dry, but the root should be destroyed. ഇന്ന് രാവിലെ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. Let us pray together this morning. ഏതെങ്കിലും ഏരിയകളിൽ ഇന്ന് രാവിലെ ഒരു വിടുതൽ എനിക്ക് ആവശ്യമുണ്ട്. ആ കാട്ടത്തെ ഇന്ന് പകൽ പിഴുതു മാറ്റണം. നാളുകളായി ശരീരത്തിലും മനസ്സിലും വ്യാപരിക്കുന്ന കെടുതികളിടുന്ന, രോഗമിടുന്ന, അസമാധാനം കൊണ്ടുവരുന്ന ആ കാട്ടത്തെ പിഴുതു മാറ്റുവാൻ ദൈവസഭ പ്രാർത്ഥിക്കണം, ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ കടന്നു വന്നാൽ ദൈവസഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. If there is anybody who has that desire that they need to be prayed for to remove any struggles in their life, Shall we all stand? let's all, if we will be praying for you. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് Hallelujah. ഒന്നിച്ച് നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഒന്നിച്ച് സഭ പ്രാർത്ഥിക്കുമ്പോൾ, അധികാരത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അന്യാരാധയുടെ ശക്തികൾ കാൽക്കീഴാകുന്ന പകലായത്. രോഗബന്ധനങ്ങള്, ആഭിചാര ശക്തികള്, അന്യാരാധയുടെ ശക്തികള്, മാറി മാറി അലട്ടുന്ന എല്ലാ അന്ധകാര ശക്തികള് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പിഴുതു മാറുവാൻ, മനസ്സിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ദൈവസഭ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട് പകൽ ഒരു പ്രത്യേക നിയോഗം ദൈവാത്മാവ് തരികയ. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് പ്രത്യേകമായ നിയോഗം തരികയ. ഒരു നിമിഷം ദൈവസഭ പ്രാർത്ഥിച്ചാട്ട്. രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചു ഹല്ലേലൂയ പാടുമ്പോൾ പൈശാചിക ശക്തികൾ തകരുമെന്ന് നാം പാടി ആരാധിച്ചു. എന്നാൽ ഇന്ന് പകൽ ചില അന്ധകാര ശക്തികൾ വേരോടെ പിഴുതു മാറട്ടെ, ചില അന്യാരാധന ശക്തികൾ കരിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒന്ന് ചേർന്ന് ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടകവ അതുരാജക ശമവാനാരക അതുരാജക ശമവാരാരകാതി ഓ ജിഗരാ രഗലാ ദിഗരേ ദിഗാരക ശമബാബ. ദൈവകൃപ പ്രാപിച്ച ദൈവമക്കള്, അഭിഷേകം പ്രാപിച്ച ദൈവമക്കള്, ആത്മശക്തി പ്രാപിച്ച ദൈവമക്കള് ഒന്നിച്ചൊന്ന് ആത്മാവിൽ ആരാധിച്ചാട്ട്. ഒരു നിമിഷം ഒന്നിച്ചൊന്ന് ആത്മാവിൽ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ശമവാരകാരകാദ. ഒരു ദുഷ്ടാപിശാചിനും ഈ കുടുംബങ്ങളിൽ അവകാശമില്ല. ഒരു രോഗാത്മാവിനും ഈ ശരീരങ്ങളിൽ അവകാശമില്ല. ഒരു ആഭിചാര ശക്തിക്ക്, ഒരു പൈശാചിക ശക്തിക്ക്, ഒരു അന്യാരാധന ശക്തിക്ക്, ഒരു ജാതീയ ശക്തിക്ക്, ഒരു ബന്ധനത്തിന് ഈ കുടുംബങ്ങളിൽ അവകാശമില്ല. യേശുവിന്റെ നാമത്തില് വിട്ടുമാറുവാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തില് ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. ആത്മാവിൽ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തില് I bind all the powers of darkness in the name of Jesus. Oh, I command you to ജാതീയ ശക്തികള്, അന്യാരാധന ശക്തികള് യേശുവിന്റെ നാമത്തില് കാൽക്കീഴാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.